ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 95-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് നോക്കാം. പ്രധാനമായും 3 പേർ ഇന്ന് അകത്ത് വന്നിട്ടുണ്ട്, ഒരാൾ പുറത്ത് പോയിട്ടുമുണ്ട്. ആരൊക്കെയാണ് അകത്ത് വന്നത്, ആരാണ് പുറത്ത് പോയതെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോകാം. രാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്ന സമയത്ത് ഗബ്രിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് ഗബ്രിയാണ്. പുറത്തു പോയെങ്കിലും ആരെക്കുറിച്ചും ഒരു നെഗറ്റീവും പറയാതെ നല്ല ഇൻ്റർവ്യൂസ് എല്ലാം കൊടുത്ത് നന്നായിട്ട് നല്ല കൂളായിട്ടാണ് അത് ഫേസ് ചെയ്തത് കേട്ടോ. അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നതിലേക്ക് ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്നു രതീഷ്. വിളിച്ചുണർത്തിന്നിട്ട് പറയുന്നു, ജാസ്മിനോട് പറയുക ഞാൻ കിച്ചണിലുണ്ട്, എനിക്ക് ഇച്ചിരി ചൂട് വെള്ളം വേണം. അതേ രതീഷിന് ഇച്ചിരി ചൂട് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ വിളിച്ചുണർത്തുന്നുണ്ട്. അങ്ങനെ ജാസ്മിൻ കിച്ചണിൽ പോകുന്നു. പോയ സമയത്ത് ഒരാൾ നിൽപ്പുണ്ട്, ഗബ്രിയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ആദ്യം പിറകെ തിരിഞ്ഞു പോകുന്നു, പിന്നെ ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഈ സമയം ലൈറ്റൊക്കെ ഓൺ ആവുന്നുണ്ട്. ഉറങ്ങിക്കിടന്ന് എല്ലാവരും അങ്ങോട്ട് എണീക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗബ്രിയാണിത് ആദ്യം വന്നിരിക്കുന്നത്. ജാസ്മിനുമായിട്ടൊക്കെ എന്താ പറയണ്ട, അവർ എല്ലാവരുമായിട്ടും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതിനുശേഷം അടിച്ചു പൊളിച്ച് കളിക്കാനായിട്ട് നല്ലൊരു അടിപൊളി പാട്ട് തന്നെ ഇട്ട് കൊടുത്തു. കത്രീന കൈഫിൻ്റെ മത്താപ്പൂവും മുത്തു പൊഴിഞ്ഞാട്ടെ, അടിപൊളിയായിട്ട് എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം ഗബ്രിയെ ബിഗ് ബോസ് ഒരിക്കൽ കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ എല്ലാവരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചു. രതീഷിനോട് ജാസ്മിൻ പറയാൻ ഞാൻ അവനൊന്ന് കാണട്ടെ എന്ന രീതിയിൽ അങ്ങനെ അവർ നിന്ന് കുറേ സമയം കണ്ടുകൊണ്ട് നിന്നിട്ട് വിശേഷങ്ങളൊക്കെ സുഖവിവരങ്ങളൊക്കെ തിരക്കി റൂമിൽ വന്നിരിക്കുന്നുണ്ട്. ഇതിന് ശേഷം ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നു, എൻ്റെ മുടി പിന്നെയും വളർന്നോ, നീ എന്താ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നീ എനിക്ക് ഡ്രസ്സ് അയക്കും എന്നിട്ട് അയച്ചോ എന്നുള്ള രീതിയിൽ. പാവത്തിന് ഡ്രസ്സ് അയക്കാനുള്ളൊരു മൂടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് നെഗറ്റീവ് അല്ലായിരുന്നു. ഒരു ഇൻ്റർവ്യൂ പോലും ആരെക്കുറിച്ചൊന്നും പറയാതെ വളരെ കൂളായിട്ടാണ് ഗബ്രി നിന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയതിന് ശേഷം ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതായിരുന്നു. അകത്ത് എന്തോ ആവട്ടെ, അത് ഒരു ഗെയിമാണല്ലോ. എന്തായാലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ജാസ്മിനോട് ഗബ്രി ചോദിക്കുന്നു, എൻ്റെ മാല എവിടെ, സാരമില്ല, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടില്ലേ അവരങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ചാൽ മതി. ഇനി 3 ദിവസമേ ഉള്ളൂ, നീ വന്ന് അന്ന് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ നീ നിൽക്കണം, നല്ല ചില്ലായിട്ട് നിൽക്കണം. അപ്പോൾ ജാസ്മിൻ പറയട്ടെ, നീ പോയപ്പോൾ എനിക്കുണ്ടായ വിഷമം നിൻ്റെ പൊന്നോ എന്ന രീതിയിൽ. ഇപ്പോൾ ഗബ്രി പറയുന്നത് 14 ആഴ്ച എന്തൊക്കെ നടന്നു അതൊക്കെ മറന്നിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. ഇവിടെ എല്ലാവരും ഹാപ്പി എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഹാപ്പി കൊണ്ടുവരാനാ. അപ്പോൾ ഗബ്രി പറയുന്നത് ദാ കൊണ്ടുവന്നു, അതായത് ഗബ്രി വന്ന രീതിയിൽ, നീ ഇവിടെ നിന്ന് പോയ സമയത്ത് എനിക്ക് ഡ്രസ്സ് അയച്ചു തരും, അത് ചെയ്തിട്ട് നീ അതൊക്കെ ചെയ്തു. അവരുടെ ആ സൗഹൃദ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രതീഷും ജിൻഡോയും ഹഗ് ചെയ്തിട്ട് നീ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന എൻ്റെ സഹോദരനാണ് എന്ന രീതിയിലൊക്കെ കെട്ടിപ്പിടിച്ചിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ജാൻമണി എന്താ ഇവിടെ അവിഹിതം പാടില്ല എന്ന രീതിയിൽ. അപ്പോൾ ജിൻഡോയും അതുപോലെ രതീഷും ജാൻമണിയെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞ്, രതീഷ് ഞങ്ങൾ കൂടപ്പിറപ്പുകളാണ്, ഇങ്ങനെയൊന്നും പറയില്ല ജാൻമണി എന്ന രീതിയിൽ. അങ്ങനെ ജാൻമണിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് ഈ അവിഹിതം പറ്റുമോ എന്ന രീതിയിൽ, ചുമ്മാ ഒരു ഫണ്ണായിട്ട് കേട്ടോ. അതിനുശേഷം പിന്നെയും കാണിക്കുന്നത് ഗബ്രിയും ജാസ്മിനും തന്നെ അവരുടെ വാഴത്തോപ്പിലേക്ക് അവർ വന്നിരിക്കുന്നു. അവർ വിശേഷങ്ങളൊക്കെ പിന്നെയും പറയുന്നു. അതിനുശേഷം ഗബ്രി ഉണ്ടല്ലോ, ജാസ്മിൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ജാസ്മിൻ ഗബ്രി വാഴ എന്നുള്ള രീതിയിൽ. അത് ഗബ്രി എടുത്തിട്ട് അപ്സരയോട് പറഞ്ഞു, കണ്ടോ ഇവൾ എന്നെ പബ്ലിക്കായിട്ട് വാഴയെന്ന് എഴുതി വെച്ചിരിക്കുന്നെന്ന്. അതിനുശേഷം അർജുനും ശ്രീധുവിൻ്റെ ഒരു സംസാരമാണ്, നീ എന്താ തറുതല പറയുന്നത് ശ്രീധു എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്. ഇത്ര ദിവസം എന്ത് കോൺട്രിബ്യൂഷനാണ് ബിഗ് ബോസ് വീട്ടിൽ നീ കൊടുത്തതെന്ന രീതിയിൽ അർജുനോട് ശ്രീധു ചോദിക്കുന്നുണ്ട്. ശ്രീധുവിന് ഡൗട്ടുണ്ട് അർജുൻ്റെ മേൽ. അതിനുശേഷം ഗബ്രി വന്നിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും. അർജുനോട് ഗബ്രി പറഞ്ഞു, ഇവിടെ ആരും എൻജോയ് ചെയ്തില്ലെങ്കിലും നീ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ലിവിങ് റൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ബ്ലൈൻഡ്സ് ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമതൊരാൾ വന്നിട്ടുണ്ട്. അത് ആരാണെന്നറിയാമോ, വൈക്കോൽ കൂനയ്ക്കകത്താണ് ഇങ്ങനെ ചൂടായിട്ട് ഇരിക്കുകയാണ് ആ ശക്തി. വേറെ ആരുമല്ല, നമ്മുടെ ശരണ്യാണ് വന്നിരിക്കുന്നത്. എല്ലാവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. ബിഗ് ബോസ് പ്രത്യേകം സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അർജുന് ശ്രീധു വാഷ്റൂം ഏരിയയിൽ പോയി അവരുടെ എപ്പോഴും അവരുടെ ഏരിയയാണല്ലോ, എനിക്ക് പോസിറ്റീവായി ഇരിക്കാൻ പറ്റി. പുറത്ത് എന്താ പറയേണ്ടത്, അങ്ങനെ ഏതൊരുവിധ പ്രശ്നവും നേരിട്ടിട്ടില്ല, നമുക്ക് ചിരിച്ച് കളിച്ച് ഇവിടെ ഷോ നല്ല സെറ്റാക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം അപ്സരയും ശ്രീരേഖയും തമ്മിലൊരു കോൺവെർസേഷൻ ആണ് കേട്ടോ. 3 days to go എന്ന് എഴുതിയിരിക്കുന്നിടത്ത് റസ്മിൻ എനിക്ക് നല്ല കൂട്ടാണ്, ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് വേറെ ആര് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ഫോൺ എടുത്തില്ല, പക്ഷേ റസ്മിൻ ഫോൺ വിളിക്കും, സംസാരിക്കും. എനിക്ക് പുറത്ത് എന്നെ കളിയാക്കിയുടെ മുൻപിൽ നല്ലതായി നിൽക്കാൻ പറ്റണം എന്നുണ്ടായിരുന്നു ഇതിനകത്ത്. പക്ഷേ പെട്ടെന്ന് എവിക്റ്റായപ്പോൾ ഒരു വിഷമിച്ചിട്ട് എന്താ കാര്യം അപ്സര, പ്രേക്ഷക വിധിയാണല്ലോ, ടോപ്പ് 5 വരാനൊരു കണ്ടസ്റ്റ് തന്നെയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം എന്താ കൺഫെഷൻ റൂമിൽ ഇരിക്കുന്ന അഭിഷേക് ബിഗ് ബോസ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവിവരം തിരക്കിയതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് പോകാമെന്ന രീതിയിൽ. അങ്ങനെ അഭിഷേക് വീടിനകത്തേക്ക് വരുന്നു, എല്ലാവരോട്ടും സന്തോഷം പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അഭിഷേക് ശ്രീകുമാരൻ കൺഗ്രാജുലേഷൻ, ടിക്കറ്റ് ടു ഫിനാലെ അടിച്ചു പൊളിച്ചു എന്ന രീതിയിൽ
രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം ജാസ്മിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പുറത്ത്. എന്നിട്ട് പറയാണ്, ഞാൻ ഇവിടുന്ന് പോയപ്പോഴാണ് എന്നോട് ഞാൻ ഇവിടെ വന്ന സമയത്ത് മിണ്ടാതാക്കി ഇരുന്നില്ല, അത് ഞാൻ റിയലൈസ് ചെയ്തത്. നല്ലൊരു കോംബോയാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരുന്ന സമയത്ത് ലിവിങ് റൂമിൽ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അക്ഷമരായിരിക്കാൻ എന്താണെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും എന്താ ഇടിവെട്ടിയൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ വളരെ സന്തോഷമായിട്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ്, മിഡ് വീക്ക് എവിക്ഷൻ എന്ന രീതിയിൽ. സ്റ്റോർ റൂമിൽ പോവുക, 6 പേരും അവിടെ കുട വെച്ചിട്ടുണ്ട്, ആ കുടയും എടുത്തുകൊണ്ട് നേരെ ഇവിടെ പോവുക, ഗാർഡൻ ഏരിയയിൽ പോവുക. അപ്പോൾ തന്നെ അർജുനാണെങ്കിൽ തലയിൽ കൈവച്ചു. ശ്രീധുവിൻ്റെ മുഖം വിഷമത്തിലായി. ദൈവമേ ഇനി ആരാണെന്നുള്ള ടെൻഷൻ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോർ റൂമിൽ ഒരു കുട എടുക്കാൻ പോയ സമയത്ത് എല്ലാവരുമായിട്ട് അങ്ങോട്ട് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ബാക്കി വന്നതിന് ഗസ്റ്റുകൾക്കൊന്നും പുറത്ത് വരാൻ പാടില്ല, അവർക്ക് പ്ലാസ്മ ടി വിയിൽ ഇരുന്ന് കാണാം. 6 പേരും ഗാർഡൻ ഏരിയയിൽ കുടയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു നൂല് പോലെയുണ്ട്, അത് പിടിച്ചിങ്ങ് താഴോട്ട് വലിക്കുക. ആ സമയത്തേക്ക് ഒരു ബോക്സ് പോലെയുണ്ട്, അതിനകത്തുനിന്ന് ചെറിയ ചെറിയ ബബിൾസൊക്കെ താഴെ പോയിട്ട് സേവ്ഡ് ആയിട്ടെങ്കിൽ സേവ്ഡ് എന്ന് കാണിക്കും, എവിക്റ്റ് ആയെന്ന് കാണിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ ശ്രീധുവിന് മാത്രം അതിങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അർജുൻ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശ്രീധുവിനും അതുപോലെ തന്നെ ജാസ്മിനും കുറച്ച് അവസാനം ജാസ്മിൻ സേവ്ഡ് ആകുന്നുണ്ട്. പക്ഷേ ശ്രീധു എവിക്റ്റ് ആയിരിക്കുകയാണ്. എന്താ പറയേണ്ടത്, നേരത്തെ എവിക്റ്റ് ആയി പോകേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. സത്യം പറഞ്ഞാൽ അപ്സരയുടെ സ്ഥാനത്ത് ശ്രീധു ആണ് വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അപ്സര ഔട്ടായ സമയത്ത് ശ്രീധു ഔട്ടായി പോകേണ്ടതാണ്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രേക്ഷക വിധിയാണ്, വോട്ട് കുറഞ്ഞു. ഇതുവരെ നിന്നല്ലോ, ടോപ്പ് 6 വരെ നിന്നല്ലോ, അത് തന്നെ വളരെ സന്തോഷമെന്ന രീതിയിൽ സമാധാനത്തോടെ പോയി ഒരു കുട്ടി എന്നേ പറയാനുള്ളൂ. എന്തായാലും ശ്രീധു ഇവിടെ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. അതിനിങ്ങനെ ചങ്ക് പൊട്ടി കരയായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നല്ലോ. ശ്രീധുവിന് നല്ല വിഷമമുണ്ട്, പക്ഷേ വിഷമം ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു കേട്ടോ. ശരണ്യൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ജാസ്മിനോട് എന്താ പറയുന്നത്, നീ നനച്ച മാതിരി ടോപ്പ് 5 വന്ന് നന്നായി കളിക്കൂ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അർജുനോട് ഇപ്പോൾ ചോദിച്ചു, ലാസ്റ്റ് ടൈം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും അവിടെ റസ്മിൻ കയറി വന്നു. അപ്പോൾ അർജുനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് വേറൊരു സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട്. ഋഷി ജിൻഡോയുടെ തോൾ കയറ്റിട്ട് പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ ടോപ്പ് 5 എത്തിയിരിക്കാൻ. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു, സീസൺ 6 ചരിത്രമാണെന്ന രീതിയിൽ. അങ്ങനെ 4 ആണുങ്ങളും ഒരു പെൺകുട്ടിയുമായി ചേർന്നിട്ട് ബിഗ് ബോസ് സീസൺ 6 ടോപ്പ് 5 വന്നിരിക്കുകയാണ്. അർജുൻ, അഭിഷേക്, ജിൻഡോ, ഋഷി, ജാസ്മിൻ. എല്ലാവർക്കും എൻ്റെ വക ഒരു കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീധുത പോവുകയാണ്. കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ടോ. ഞാൻ പോകുമ്പോൾ കറക്റ്റ് ടൈമിൽ മഴ തൂറൽ എന്ന രീതിയിൽ ശ്രീധു സംസാരിക്കുന്നു. അർജുനോടും എല്ലാവരോടും ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞു. ഓക്കെ ഗെയ്സ്, ഞാൻ റിയാലിറ്റിക്ക് പോരേ എന്ന് പറഞ്ഞ് ശ്രീധു പോയിട്ടുണ്ട്. ശ്രീധു പോയത് മഴ തൂറൽ നിന്നത് ഒത്തായിരുന്നു. ഫുൾ അപ്സെറ്റ് ആയിരുന്നു. വിഷമിച്ചിരുന്ന അർജുൻ്റെ അടുത്ത് റസ്മിനും അതുപോലെ തന്നെ ശരണ്യ അപ്സരയൊക്കെ വന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസമല്ലേ ഫൈനൽ കാണാമല്ലോ എന്നൊക്കെ രീതിയിൽ കേട്ടോ. അതിനുശേഷം ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നുണ്ട്. അർജുൻ ശ്രീധുവാണ് ഈ സീസണിൽ ലക്കി. ലാസ്റ്റ് വരെ അവരൊപ്പം ഉണ്ടായിരുന്നു. പഠിച്ചോനെ എനിക്ക് ഒരുപാട് നന്ദി ടോപ്പ് 5 എനിക്ക് എത്തിയതിന്. ജാസ്മിൻ പറഞ്ഞു, ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൊള്ളില്ലാത്തത് ഞാനാണ്, അങ്ങനെ എല്ലാവരും പറയുന്നത് എന്ന രീതിയിൽ അവരെ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് തീർന്നിരിക്കുന്നു. നമുക്കിനി BB+ലെ വിശേഷങ്ങൾ കാണാം. ശ്രീധു എവിക്റ്റായി പോകുന്നതിന് മുന്നേ ശരണ്യയും ശ്രീധുവും തമ്മിൽ ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. എനിക്ക് നീ സിസ്റ്റർ പോലെയാണ്. അപ്പോൾ ശ്രീധു ചോദിക്കുന്നുണ്ട്, മമ്മി ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരണ്യ പറഞ്ഞു, സൊല്ല മുടിയാത് ഹാപ്പി മേ ബി എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് മേ ബി എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ശ്രീധു വല്ലാതാകുന്നുണ്ട്. നീ എന്താ എത്ര ടെൻഷനാകുന്നത്, നീ എനിക്ക് കുറച്ച് ടൈം താ, ഞാൻ പതിയെ എല്ലാം സൊല്ലേ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ആദ്യം ഇവരുടെ ടാസ്ക് ആണല്ലോ കാണിച്ചു കൊടുത്തത് TV-യിൽ. പക്ഷേ ഇപ്പോൾ കലിപ്പ് മോഡലാണ്. അതായത് ഇവർ തമ്മിൽ അടികളും വഴക്കൊക്കെ ആയില്ലേ ഓരോ ടാസ്കിനിടയിലൊക്കെ, ആ സംഭവങ്ങളാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അത് കണ്ടിറങ്ങിയതിന് ശേഷം ജാസ്മിൻ ഉണ്ടല്ലോ, ജാസ്മിൻ്റെ ഫോട്ടോ വെളിയിരിപ്പുണ്ടല്ലോ, ഇതാരാ കൊച്ചു ഗള്ളി ടോപ്പ് 5 എന്നും പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് പറയാനേ 4 ആണും ഒരു പെണ്ണും. അപ്പോഴത്തേക്ക് ഞാൻ പോയി കുറച്ച് നേരം സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് ജാസ്മിൻ പോകുന്നു. അർജുനാണെങ്കിൽ കിച്ചണിൽ അത്ര ഹാപ്പി ആയില്ല. അതായത് ലാൽ സാർ വന്ന സമയത്ത് തന്നെ ഇവിടെ പറഞ്ഞു ടോപ്പ് 6 ആണെന്ന്. മണ്ടേയിൽ ബിഗ് ബോസ് പറഞ്ഞു ടോപ്പ് 6 എന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ടോപ്പ് 6 ഉണ്ടായിരിക്കും, ഇനി എവിക്ഷൻ ഉണ്ടാകില്ല എന്ന രീതിയിൽ. ഇതെന്താ പെട്ടെന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജിൻഡോയും ഋഷിയും സംസാരിക്കുന്നു. ജിൻഡോപ്പം ഋഷിയോട് സംസാരിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം
അഭിപ്രായത്തിൽ ശ്രീതു ഇപ്പോൾ പോയത് എനിക്ക് നല്ലതെന്ന രീതിയിൽ സംസാരിക്കുന്നു. അതെന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്രീതുവും അർജുനുമാണല്ലോ നല്ലൊരു കോംബോ ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രീതു എവിക്റ്റായ സമയത്ത് ശ്രീതുവിൻ്റെ വോട്ട് സ്വാഭാവികമായിട്ടും അർജുനാണ് പോകേണ്ടത്. അപ്പോൾ അർജുന് ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ടുകളൊക്കെ കൊടുക്കുക, അർഹതപ്പെട്ടവർ ജയിച്ചു വരട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസ് നടന്നത്. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. നാളത്തെ റിവ്യൂമേ വരാം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു. ബിജി രമേശ് വ്ളോഗിലെ ബിജി. ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.